ഹായ്, ലുക്ക് ആൻഡ് ഫീലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളെല്ലാം തന്നെ ഒരു വലിയ മാറ്റത്തിൻ്റെ പാതയിലാണ്. എവിടെ നോക്കിയാലും നമുക്ക് ഒരുപാട് ചേഞ്ചസ് കാണാം അല്ലേ? മേ ബി നമ്മളെല്ലാം പറയുന്നുണ്ട് ഒരു ഫോറിൻ കൾച്ചറൈസേഷൻ എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഈ മാറ്റങ്ങളിലൊന്നും പെടാതെ ഒരു പോർഷനുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഫോർട്ട് കൊച്ചിയിലാണ്. എനിക്കൊന്ന് ബ്രിട്ടീഷ്, പോർച്ചുഗീസ്, ഫ്രഞ്ച് കൾച്ചറിൻ്റെ ഒരു മിക്സഡ് വ്യൂസ് നമുക്കിവിടെ കാണാം, എക്സ്പീരിയൻസ് നമുക്കിവിടെ കാണാം. ഇതിനോടൊപ്പം തന്നെ നമ്മൾ എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് ഞാനിപ്പോൾ കയറാൻ പോകുന്നത്, അല്ലെങ്കിൽ എൻ്റെ ഈ ഒരു പോർഷൻ കാശി. കാശി ഈസ് നോട്ട് ജസ്റ്റ് എ റെസ്റ്റോറൻറ്റ്, ഒരു ആർട്ട് കഫേയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഒരുപാട് വെറൈറ്റീസ് ഓഫ് അല്ലെങ്കിൽ സ്പെഷ്യാലിറ്റീസ് നമുക്ക് ഈ കാശിയിൽ എൻജോയ് ചെയ്യാനുണ്ട്. സോ ഇന്നത്തെ ലുക്ക് ആൻഡ് ഫീലിലൂടെ ഞാൻ പോകുന്നത് കാശി ആർട്ട് കഫേയിലേക്കാണ്. ഓൾറൈറ്റ്, ലെറ്റ്സ് ഗോ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സാധാരണ ഒരു ആർട്ട് കഫേയിൽ കണ്ടുപരിചയമില്ലാത്ത ഒരു പോർഷനിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. കാശിയിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ കാണുന്ന ഈ ഹാൾ ഒരു എക്സിബിഷൻ ഹാളാണ്. നിങ്ങൾക്ക് കാണാൻ ഒരുപാട് പെയിൻറ്റിങ്ങുകളൊക്കെ ഉണ്ട്. ഇവിടെ പുറത്ത് എഴുതി വെച്ച പോലെ നൗ ഷോയിങ് ആർട്ടിസ്റ്റ് ഗായത്രി ഗോമോസിൻ്റെ പിക്ചേഴ്സാണ് ഇന്ന് കാണിക്കുന്നത്. ഇതൊരു എനിക്ക് തോന്നുന്നു 45-60 ഡേയ്സിൻ്റെ ഒരു എക്സിബിഷനാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വേറെ ആർട്ടിസ്റ്റ് വരും. ശരിക്കും ഗായത്രി ഗോമോസ് ഒരു സ്പാനിഷ് പെയിൻറ്ററാണ്. ഈ ഗായത്രി ഗോമോസ് എന്ന ഈ പെയിൻറ്ററിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിലുള്ള ഒരു വലിയ പിക്ചറാണ് എൻ്റെ പിറകിലുള്ളത്. ആൻഡ് ഇറ്റ്സ് മൈ ട്രോപ്പിക്കൽ ബേർഡ്സ്. ഒരു വലിയ ഒരു ലേഡിയുടെ പുറത്ത് ഒരുപാട് ബേർഡ്സ്, ട്രോപ്പിക്കൽ ബേർഡ്സിനുള്ള ഒരു വെർസറ്റൈൽ ആയിട്ടൊരു ആർട്ടാണ് നമുക്ക് കാണാം. ഇതേപോലെ തന്നെ ഒരുപാട് ആർട്ട് ഈ ഹാളിൽ, ഈ എക്സിബിറ്റ് ഹാളിലുണ്ട്. അതെല്ലാം തന്നെ ഞാൻ പറഞ്ഞ പോലെ 45-60 ഡേയ്സിൻ്റെ ഒരു ഡ്യൂറേഷനാണ്. അത് കഴിഞ്ഞാൽ വേറൊരു ആർട്ടിസ്റ്റ് വരും. ആൻഡ് ഇനിയുണ്ട് നമുക്ക് ഒരുപാട് കാണാം. കാശി പേരിൽ തന്നെ ഒരു വെറൈറ്റി ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ? എന്തായാലും ഇതിനെക്കുറിച്ച്, കാശിയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാനുണ്ട്. മിസ്റ്റർ പ്രശാന്ത് ഇതിൻ്റെ മാനേജറാണ് കാശിയുടെ, നമ്മോടൊപ്പം ചേരുകയാണ്. എങ്ങനെയാണ് ഈ കാശി എന്ന് പറഞ്ഞ പേര് വന്നിരിക്കുന്നത്? കാശി എന്ന വേർഡ് സംസ്കൃതമാണ്, ഒറിജിനലി സംസ്കൃത് വേർഡാണ്. നമ്മളത് കാശിയുടെ അർത്ഥം എന്ന് പറഞ്ഞത് സ്പ്ലെൻഡർ, ലൈറ്റ്, പ്രകാശം. ആ ഒരു തീം എനിക്ക് തോന്നുന്നു ഒരു കഫേ സ്റ്റാർട്ട് ചെയ്തപ്പോൾ അല്ലെങ്കിൽ ഒരു ഗാലറി സ്പേസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ആപ്റ്റായിട്ടുള്ള പേരാണെന്ന് ആ സമയത്ത് തോന്നി. കാരണം ഒബ്വിയസ്ലി ഒരു ഇന്ത്യൻ ടച്ചും ഉണ്ട് കുറച്ചുകൂടി. സംസ്കൃത് വേർഡാണ് കാശി എന്നുള്ളത്. വേറെ കാര്യം എനിക്ക് ഇതിലേക്ക് വന്നപ്പോൾ നോർമലി നമ്മുടെ ഒരു കഫേ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ഓൺലി ഫോർ ഹാവിങ് ഫുഡ് ആൻഡ് ഓൾ അല്ലേ? അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു വലിയ സ്പേസ് തന്നെ, പോർഷൻ തന്നെ ഇവിടെ ഈ എക്സിബിഷൻ അല്ലെങ്കിൽ ഈ പെയിൻറ്റിങ് എക്സിബിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. എങ്ങനെ ഒരു തിങ്കിങ് പ്രോസസ്സ് വന്നത്? അത് ബേസിക്കലി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഹിസ്റ്ററിയിലേക്ക് പോകാം. കാശിയുടെ നമ്മൾ 1997 കാശി സ്റ്റാർട്ട് ചെയ്ത് തന്നെ ഒരു കണ്ടംപററി ആർട്ട് പ്രൊമോട്ട് ചെയ്യാൻ ഒരു സ്പേസ് കേരളത്തിൽ ഇല്ല. അപ്പോൾ ആ ഒരു ബേസിക് തീം വെച്ചാണ് അങ്ങനെ ഒരു സ്പേസ് സ്റ്റാർട്ട് ചെയ്തത് തന്നെ. പക്ഷെ നമുക്കിവിടെ കേരളത്തിലെ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഇപ്പം നോർമലി സൗത്ത് ഇന്ത്യയിലെ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു കണ്ടംപററി ആർട്ട് ഗാലറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരുണ്ടാവില്ല കാണാൻ. അതിനെക്കുറിച്ചൊരു അവബോധം ആൾക്കാരിലില്ല. അപ്പം അങ്ങനെ ഒരു കഫേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പം അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കഫേ കൂടി തീം കൂടി നമ്മൾ മെർജ് ചെയ്തു. അങ്ങനെയാണ് ഒരു ആർട്ട് ഗാലറി പ്ലസ് കഫേ എന്നൊരു ഐഡിയ കൺസെപ്റ്റ് കൊണ്ടുവന്നത് തന്നെ. അപ്പോൾ നമുക്ക് ആദ്യം കുറേ ക്രിറ്റിസിസം ഉണ്ടായിരുന്നു. കാരണം നമ്മൾ ശരിക്കും നമ്മുടെ പെയിൻറ്റിങ് സെല് ചെയ്യാൻ വേണ്ടി കഫേനെ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ കഫേനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ആർട്ട് വർക്കിന് ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ ആർട്ടിസ്റ്റുകൾ ഉപയോഗിക്കുന്നു ഇത് ഉണ്ടായിരുന്നു. പക്ഷേ ബേസിക്കലി നമ്മൾ ഏതെങ്കിലും ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു വേണ്ടി വരും. ആ ഒരു ബേസിക്കലി എനിക്ക് തോന്നുന്നു സൗത്ത് ഇന്ത്യയിൽ തന്നെ വൺ ഓഫ് ദ ഫസ്റ്റ് ഐഡിയ ആണിത്, ആർട്ട് ഗാലറിയും ഒരു ആർട്ട് കഫേ എന്നുള്ള ഒരു കൺസെപ്റ്റ് തന്നെ. അപ്പോൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. ഒരു കണ്ടംപററി ആർട്ട് വർക്കിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തതാണ്. ഓക്കെ, ഇപ്പോൾ ഞാൻ നേരത്തെ കണ്ടു ഇവിടെ ഗായത്രി ഗോമസ്, ഒരു സ്പാനിഷ് പെയിൻ്ററുടെ പെയിൻ്റാണ് ഇപ്പോൾ ഇവിടെ എക്സിബിറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് റെഗുലറായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ് അല്ലേ? അതെ, ഒരു എക്സിബിഷൻ എന്ന് പറയുന്നത് എനിവേ ഫ്രം 45 days to 60 days. നമ്മൾ നോർമലി അതാണ് എക്സിബിഷൻ്റെ ടൈം ഫ്രെയിം വെച്ചിരുന്നത്.
അത് കഴിയുമ്പം ഓബ്വിയസ്ലി നമ്മൾ അടുത്ത എക്സിബിഷൻ സ്റ്റാർട്ട് ചെയ്യും. ഓൾമോസ്റ്റ് ഒരു ഷെഡ്യൂൾഡ് ആയിരിക്കും ഒരു എക്സിബിഷൻ എന്ന് പറയുന്നത്. ഒരു ഓൾമോസ്റ്റ് ഒരു ഇയറിലേക്കുള്ള ഷെഡ്യൂൾഡ് ആയിരിക്കും. ഗായത്രി ഗാമോസിനെ പറ്റി പറഞ്ഞെങ്കിൽ ഷീസ് ബേസിക്കലി ഫ്രം സ്പെയിൻ. അവർ സ്പെയിനിൽ നിന്നാണ്. പക്ഷെ അവർ ഒരു 10-15 വർഷമായിട്ട് ഇന്ത്യയിൽ ചെയ്യുന്നത്, തിരുവണ്ണാമലയിൽ ചെയ്യുന്ന ആർട്ടിസ്റ്റാണ്. അവരുടെ എനിക്ക് തോന്നുന്നു കാശിയിൽ ഇത് 3rd എക്സിബിഷൻ. എനിക്ക് തോന്നിയിട്ട് കാര്യം ഒരു ഇന്ത്യൻ കൾച്ചറിനെ ശരിക്ക് കറക്റ്റായിട്ട് പഠിച്ചിട്ടുള്ള ഒരാളിൻ്റെ ഒരു പിക്ചർ സ്റ്റൈൽ. അതെ അതെ ഗായത്രിയുടെ അതെ അതെ അതെ. ഓക്കെ, ഈ ഗായത്രി ഗാമോസ് അല്ലാതെ തന്നെ ഇനി ഒരുപാട് പെയിൻറ്റേഴ്സിൻ്റെ പെയിൻറ്റിംഗ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും. നമുക്കിപ്പം നമുക്ക് ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ എക്സിബിഷൻ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം നാഷണലി ഫേമസ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളുടെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ BFA അല്ലെങ്കിൽ MFA കഴിഞ്ഞ പഠിച്ചിറങ്ങുന്ന പിള്ളേർ വരെ. നമുക്ക് അങ്ങനെ ഇന്ന ക്രൈറ്റീരിയ ഇന്ന സെക്ഷൻ ഒന്നുമില്ല. ഈവൻ വർക്ക് ഷുഡ് ബി ഓഫ് കണ്ടംപററി ഓഫ് നേച്ചർ. അതാണ് വർക്ക് കണ്ടംപററി നേച്ചർ ആയിരിക്കണം എന്നുള്ളൂ. അപ്പോൾ നമ്മളത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഈവൻ ഫ്രം ബിഗ് നെയിംസ് എക്സിബിഷനിൽ ബോസ് കൃഷ്ണമാചാരി അല്ലെങ്കിൽ റിയാസ് കോമു അങ്ങനെ എല്ലാവരും എക്സിബിഷൻസ് ഇവിടെ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ആ സമയത്ത് ബഡിങ് ആയിട്ടുള്ള പുതിയ സ്റ്റാർട്ട് ചെയ്ത BFA കഴിഞ്ഞ പിള്ളേരുടെ എക്സിബിഷൻ നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. കാശിക്ക് ഒരു അവാർഡ് പ്രോഗ്രാം ഉണ്ടായിരുന്നു ആ സമയത്ത്, കാശി അവാർഡ് ഫോർ വിഷ്വൽ ആർട്സ് എന്ന് പറഞ്ഞിട്ട്. അതൊക്കെ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. എനിക്ക് നോർമലി ഒരു ആർട്ട് കഫേ എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന എക്സ്പീരിയൻസ് ഒന്നും എൻറ്റലി ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസാണ് കൊടുക്കുന്നത്. ആൻഡ് അതർ തിങ് ഈസ് ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ഇവിടെ ഫോറിനേഴ്സ് ആയിരിക്കും ഇവിടുത്തെ ഗസ്റ്റുകൾ കൂടുതലായിട്ട് വരുന്നത്. അങ്ങനെയുണ്ടോ? കമ്പാരിറ്റീവ്ലി. കാരണം ഇതൊരു ഈ പറഞ്ഞ പോലെ ട്രാവൽ മാഗസിൻസിലും അല്ലെങ്കിൽ കണ്ടറിഞ്ഞ് കേട്ടറിഞ്ഞും ബാക്ക് പാക്കേഴ്സും ഇഷ്ടമാണ്. നമുക്ക് ഫോറിൻ ഗസ്റ്റിൽ കൂടെ ഉണ്ട്. പക്ഷേ ഈ കഴിഞ്ഞൊരു 3-4 വർഷമായിട്ട് ആ സിനാരിയോ ആക്ച്വലി ചേഞ്ച് ആവുന്നുണ്ട്. നമുക്ക് ലോക്കൽ ക്രൗഡ് ഇഷ്ടം പോലെ ഉണ്ട്. കാരണം കാശിയെക്കുറിച്ച് ആൾക്കാർ അറിഞ്ഞത് നമ്മളെ ഇവിടെ വന്ന ഗസ്റ്റുകളെ കുറിച്ച് തന്നെ അറിഞ്ഞും, കേക്ക്സും കോഫീസിനെ കുറിച്ച് അറിഞ്ഞും. ലോക്കൽ ടൂറിസ്റ്റുകളും ഇഷ്ടം പോലെ ലോക്കൽ ഗസ്റ്റുകളുണ്ട്. ഓക്കെ, ഹൗ ഇസ് ദി റെസ്പോൺസ്? ഈ ഒരു ഇങ്ങനത്തെ ഒരു സ്റ്റൈലിനുള്ള റെസ്പോൺസ് എങ്ങനെയാണ് അവിടെ? ഇറ്റ്സ് പ്രിറ്റി ഗുഡ്. കാരണം ആൾക്കാർ ഇങ്ങനത്തെ ഒരു കൺസെപ്റ്റ് എനിക്ക് തോന്നുന്നു അധികം കണ്ടിട്ടില്ല. അപ്പം ഇതൊരു ഫസ്റ്റ് ഓഫ് ഇറ്റ്സ് കൈൻഡ് ഓവർ ഹിയർ. അപ്പോൾ റെസ്പോൺസ് നല്ലതാണ്. കാരണം നമുക്ക് നമ്മുടെ ഇനിഷ്യേറ്റീവ് എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ട്. കാരണം ഇതൊരു ശരിക്കും പ്രോഫിറ്റബിൾ അല്ലെങ്കിൽ നമ്മൾ പ്രോഫിറ്റ് മേക്കിംഗ് തിങ് മാത്രമല്ല ഗാലറി എന്ന് പറയുന്നത്. കാരണം ഇതിൽ വി ഹാവ് ടു പുട്ട് ലോട്ട് ഓഫ് എഫേർട്സ് ആൻഡ് മണി ഇൻ ടു ഇറ്റ്. അപ്പോൾ നമ്മൾ ശരിക്കും അത് വർക്ക് ആൾക്കാർക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം വാട്ട് ഈസ് ഗാലറി, അല്ലെങ്കിൽ നമ്മൾ എന്താണ് പെയിൻറ്റിങ് കൊണ്ട് നമ്മൾ ചെയ്യുന്നത് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ എക്സിബിഷൻ്റെ പ്രൊസീജിയർ എന്താണ്. അപ്പോൾ ഇതുപോലെ വർക്കുകൾ കാണാൻ പറ്റാനുള്ള അവസരവും എല്ലാം കൂടി ആൾക്കാർ നല്ല റെസ്പോൺസ് നമുക്കിപ്പോൾ കിട്ടുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് കാണാം ഒരുപാട് പിക്ചേഴ്സ് ഉണ്ട്. മൈ ട്രോപ്പിക്കൽ ബേർഡ്സ്, മൈ കൗ ആൻഡ് ഓഫ് കോഴ്സ് മൈ റിലേറ്റീവ് മൈസെൽഫ്. ഇതൊന്നും എനിക്ക് ഗായത്രി ഗാമോസിൻ്റെ തന്നെ ഒരു ബേബി പിക്ചറാണെന്ന് തോന്നുന്നു. അതോടൊപ്പം തന്നെ മൈ റിലേറ്റീവ്സ് മൈസെൽഫ് എന്ന് കൊടുത്തതിൽ മൈ കൗ ഇങ്ങനത്തെ ബേർഡ്സ് ഒക്കെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവരുടെ ഒരു കോൺസെപ്റ്റ് ഒരു കൾച്ചറിൻ്റെ ഒരു ഡിഫറൻസ് ആയിരിക്കും. ശരിക്കും ആ കൾച്ചർ ഡിഫറൻസ് കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് വർക്കുകൾ. കാരണം സ്പെയിനിൽ അവരുണ്ടായിരുന്ന സമയത്തും അല്ലെങ്കിൽ അവർ ഇന്ത്യയിലേക്ക് വന്ന സമയത്തും ആ കൾച്ചറിൻ്റെ മേർജിങ്ങും അല്ലെങ്കിൽ കൾച്ചറിലെ വ്യത്യാസവും കാണാൻ വർക്കുകളിൽ ശരിക്കും അവർ പ്രതിഫലിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് മിക്ക വർക്കുകളും. ഓൾമോസ്റ്റ് എല്ലാ വർക്കുകളും നോക്കുകയാണ്. അതിൽ കുറച്ച് ഇന്ത്യൻ എലിമെൻസും ഉണ്ടാവും, കുറച്ച് സ്പാനിഷ് ആയിട്ടുള്ള എലിമെൻസും ഉണ്ടാവും. അത് രണ്ടും കൂടി മേർജ് ചെയ്തിട്ടുള്ള വർക്കുകളാണ് കൂടുതൽ. കണ്ടംപററി സ്റ്റൈൽ ഓഫ് മേക്കിംഗ്, ഇങ്ങനത്തെ ഒരു സ്റ്റൈൽ നമുക്ക് അത്ര കണ്ടുപരിചയമുള്ള സംഭവം. എന്തുകൊണ്ടാണ് ഈ ഒരു സ്റ്റൈൽ ചൂസ് ചെയ്യുന്നത്? Menina, a boca tem comparação. Bota papia de cima, tintirote na figueira. És uma fama, tudo alguém já tá com cheiro. És boca grande na minha. നമ്മൾ ഒരുപാട് വേഴ്സറ്റൈൽ ആയിട്ടുള്ള പെയിൻറ്റിങ്സുകൾ കണ്ടതിന് ശേഷം പിന്നെ എൻ്റർ ചെയ്യുന്ന ഈ പോർഷൻ റെസ്റ്റോറൻറ്റിൻ്റെ ഈ ആർട്ട് കഫേയുടെ മറ്റൊരു ബ്യൂട്ടിഫുൾ ഏരിയ തന്നെയാണ്. ഇത് കണ്ടംപററി സ്റ്റൈൽ ഓഫ് മേക്കിംഗ് ആണ്, അല്ലെങ്കിൽ ഡെക്കറേറ്റഡ് ആണ് ഓരോ പോർഷനും. ഇതിൻ്റെ ഓരോ ഭാഗങ്ങളും തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് നൽകുന്ന ഒരു പെയിൻറ്റിംഗ് ആണെങ്കിലും ഈവൻ ഫേർണിച്ചറിന് പകരം നമ്മുടെ സാധാരണ ഇത് തന്നെയാണുള്ളത്. അതേപോലെ തന്നെ ഒരു സ്റ്റാച്യു ഉണ്ട്. ഇതിനൊക്കെ ഒരുപാട് ചേഞ്ചസ് അല്ലെങ്കിൽ ഒരുപാട് വെറൈറ്റി ഫീലിംഗ് ഉണ്ട്. കണ്ടംപററി സ്റ്റൈൽ ഓഫ് മേക്കിംഗ്, ഇങ്ങനത്തെ ഒരു സ്റ്റൈൽ നമുക്ക് അത്ര കണ്ടുപരിചയമുള്ള സംഭവം. എന്തുകൊണ്ടാണ് ഈ ഒരു സ്റ്റൈൽ ചൂസ് ചെയ്യുന്നത്? ഇത്
വലിയൊരു ഡിസൈൻ്റെ ഭാഗമോ അങ്ങനെ സംഭവമല്ല. നമ്മളിപ്പം ബിൽഡിംഗ് ഉണ്ടായിരുന്നത് നമ്മൾ ആ ഒരു ഫ്ലോ തന്നെ ത്രൂ ഔട്ട് ക്രിയേറ്റ് ചെയ്ത് പോയെന്നുള്ളൂ. ശരിക്കും ഒരു ഫീൽ ഗുഡ് പ്ലേസ്. ഇപ്പോൾ ഈ സ്പേസ് ശരിക്കും ഒരു 4 കെട്ടിൻ്റെ ഒരു സ്ട്രക്ചർ ഉണ്ട്. പക്ഷെ അതിൽ കുറേ നമ്മൾ കണ്ടംപററി ആയിട്ടുള്ള കുറേ എലിമെന്റ്സ് നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ സീറ്റ്സ് ആയാലും അങ്ങനെ ആയാലും നോർമൽ 4 സ്റ്റൈലിൽ കുറേ സംഭവങ്ങൾ എല്ലാം കൂടെ നമ്മൾ കേരള എലിമെന്റ്സും ഇന്റർനാഷണൽ എലിമെന്റ്സ് കുറേയൊക്കെ മേർജ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരു സിംപ്ലിസിറ്റി നമ്മൾ ത്രൂ ഔട്ട് ദ സ്പേസ് നമ്മൾ ഫോളോ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. സാധാരണക്കാണ് ഒരു ഹൈ ക്ലാസ് അല്ലെങ്കിൽ ഹൈ ലെവൽ കഫേസോ അല്ലെങ്കിൽ ഒരു ലൗഞ്ചസോ പോലെയല്ല. ഒരു ഫീൽ ഗുഡ് സിമ്പിൾ സ്പേസ്, ഒരു ആൾക്കാർ കുറച്ച് അൺവൈൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലം, അങ്ങനെ ഒരു ഏരിയ നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ആ സ്പേസ് നമ്മൾ ചെറിയൊരു ചേഞ്ചസ്. ശരിക്കും പറഞ്ഞാൽ ഒരു ഫ്രീ ഫീലിംഗ് കിട്ടുന്ന അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി. ആരുടെയാണ് ഈ ഒരു കോൺസെപ്റ്റ് ബേസിക് മൊത്തത്തിൽ ഇതിൻ്റെ ഒരു കോൺസെപ്റ്റ്? നമ്മൾ കഫേ സ്റ്റാർട്ട് ചെയ്തത് ഡോറി അനൂപ് 1997 സ്റ്റാർട്ട് ചെയ്തതാണ്. ബേസിക് ഐഡിയ കഫേയുടെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കണ്ടംപററി ആർട്ട് വർക്കും കോഫി കൾച്ചർ കൂടി മെർജ് ചെയ്യാനുള്ള ഐഡിയ ബേസിക്കലി അവരുടെയാണ്. അവരാണ് സ്റ്റാർട്ട് ചെയ്തത്. മെയിൻ ഡിസൈനേഴ്സും അവർ തന്നെയാണ്. നമുക്ക് അന്നൊരു മെയിൻ ഡിസൈനേഴ്സ് എല്ലാം അവർ തന്നെയായിരുന്നു. അവരുടെ ഐഡിയ ആണ് ഈ 4 കെട്ട് തീമും ബാക്കിലേക്കാണ് ഈ സ്പേസ് എല്ലാം അങ്ങനെ തന്നെയാണ് ചെയ്തേക്കുന്നത്. ഇത്രയും വർഷമായിട്ട് നമ്മൾ വലിയൊരു ചേഞ്ചസ് ഒന്നും കഫേയിൽ വരുത്തിയിട്ടില്ല. കാരണം ഇതൊരു ആ ഒരു ലെവലിലേക്ക്, അതായത് ഒരു മൾട്ടി ലെവലിലേക്ക് ഒരു വലിയൊരു ബിസിനസ് വെഞ്ചർ എന്ന രീതിയിൽ ഒരിക്കലും അവരത് എക്സ്പെക്ട് ചെയ്തിട്ടില്ല. ഇറ്റ് ഷുഡ് ബി സിമ്പിൾ. ആൾക്കാർക്ക് ആ ഒരു ഫീലിംഗ് എപ്പോഴും ഉണ്ടാവുന്നുള്ളത് ആ ഒരു ഡിസൈനും ആ ഒരു ഫ്ലോവും അവരങ്ങനെ ക്രിയേറ്റ് ചെയ്തതാണ്. ഓക്കെ, എനിക്ക് ഈ ഒരു പെർട്ടിക്കുലർ സ്റ്റാച്യു കണ്ടപ്പോൾ ഇത് വെറുതെ ഒരു എന്താ പറയുക പെയിന്റിങ്ങിനൊക്കെ പോലെ തന്നെ ഒരു വ്യൂവിന് വേണ്ടിയിട്ട് മാത്രം വെച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും കോൺസെപ്റ്റ് എന്തെങ്കിലും ഉണ്ട്? ഈ വർക്ക് റിയാസ് കോമോൻ്റെയാണ്. റിയാസ് കോമോ ബേസിക്കലി പുള്ളി മലയാളിയാണ്. പുള്ളി കേരളത്തിലല്ല സെറ്റിൽഡ്. പുള്ളിയുടെ ആർട്ട് വർക്കാണിത്. അപ്പോൾ ഈ വർക്ക് എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ നോർത്ത് ഇന്ത്യയിൽ വരൾച്ച വന്നപ്പം ആത്മഹത്യ സൂയിസൈഡ് ചെയ്ത ഫാമേഴ്സ് ഉണ്ട്. അവരുടെ ശില്പങ്ങൾ, അവരുടെ ശരിക്കും റെപ്ലിക്കാസ് ആണ്. ഫേസുകളും എക്സ്പ്രഷൻസ് ശ്രദ്ധിച്ചാൽ അവരുടെ റെപ്ലിക്കാസ് ആണ്. അതാണ് ആ ഫേസ് കഴുന്ന സൈഡിലൊക്കെ അതെ വർക്കുകൾ. അതാണ് പെട്ടെന്ന് കാണുമ്പോൾ ശരിക്കും ഫീൽ ഗുഡ്. പക്ഷേ ഒന്നിലും സ്റ്റോറീസ് ഉണ്ട്. ഇപ്പം ഓരോന്നിലും ആർട്ട് വർക്കാണ് ഇവിടെ കാണുന്ന ഓരോ വർക്കുകളും. ഓക്കെ, അത്ര മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും യു തിങ്കിങ് ആൻഡ് സ്പെഷ്യലായിട്ട് ഒരു ആർട്ട് ഫീൽ ഉണ്ടാക്കി. ഓ, ഇറ്റ്സ് ഗുഡ്. ഇത് കാശി ആർട്ട് കഫേയുടെ വേറൊരു പോർഷൻ തന്നെയാണ്. നമ്മൾ നേരത്തെ കണ്ടതിൽ നിന്നും കുറച്ചുകൂടെ വ്യത്യസ്തമുള്ള ഒരു ഏരിയ. ഇതാണ് കഫറ്റ് ഏരിയ എന്ന് പറഞ്ഞത്. ശരിക്കും നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഈ ചെയറും ടേബിൾസും. അതോടൊപ്പം തന്നെ എനിക്ക് ഇവിടെ ഇരുന്നപ്പോൾ തോന്നിയിട്ടുള്ള കാര്യം എന്തെന്ന് വളരെ സിമ്പിൾ ഫീലിംഗ്, അല്ലെങ്കിൽ ഒരു കൂളി ക്ലൈമറ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ ഇരിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ വളരെയധികം ചൂടുള്ളൊരു സമയം. പക്ഷേ ഇതിനകത്ത് കയറി ഈ ഒരു പെർട്ടിക്കുലർ പോർഷൻ ഇരുന്നപ്പോൾ വളരെ കൂൾ ആൻഡ് സിമ്പിൾ ഫീലിംഗ് ഉണ്ടായിരിക്കുന്നത്. ഹലോ, എന്തൊക്കെയുള്ള ഗിമി ഐസ് ടീ. ഇതിൻ്റെ മെനൂസിന് ഒരുപാട് പ്രത്യേകതയുണ്ട് നമ്മുടെ സാധാരണ കഫേയെ അപേക്ഷിച്ച്. ഞാനിപ്പം പറഞ്ഞിരിക്കുന്ന ഐസ് ടീ ആണെങ്കിൽ പോലും ഒരുപാട്, ഇപ്പം ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിലും ലഞ്ചിനാണെങ്കിലും ഇതിൽ വെറൈറ്റി എന്ന് പറഞ്ഞ വേറൊരു കാര്യമുണ്ട്. കേക്ക്സാണ് കാശിയുടെ ഏറ്റവും വണ്ടർഫുൾ ആയിട്ടുള്ള വെറൈറ്റിയുടെ ഒരു കളക്ഷൻ തന്നെ. ഈവൻ ചോക്ലേറ്റ് കേക്ക്സ്, ഡേറ്റ് വാൾനട്ട്, ലെമൺ, ബനാന വാൾനട്ട്, ഓറഞ്ച്, ക്യാരറ്റ്, അങ്ങനെ. അതോടൊപ്പം തന്നെ പൈസ്, ഹോട്ട് ഡ്രിങ്ക്സ്, എനിക്ക് തോന്നുന്നു എല്ലാം തന്നെ ഇപ്പോൾ ഈവൻ സ്പാനിഷ്, ഫ്രഞ്ച്, ബ്രിട്ടീഷ് ഒരു മെനൂസിൻ്റെ ഒരു കളക്ഷനാണ് തോന്നുന്നത് ഇതിൽ. അങ്ങനെ നിങ്ങൾ കാണുന്ന പോലെ ഐസ് ടീ വന്നു കഴിഞ്ഞു. നമുക്കൊന്ന് കൂളായേക്കാം അല്ലേ? പക്ഷെ അതിന് മുമ്പ് ഇതിൻ്റെ ഈ കാശി റെസ്റ്റോറൻറ്റ് അല്ലെങ്കിൽ ആർട്ട് കഫേൻ്റെ ഈച്ച് ആൻഡ് എവറി കോർണർ ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഉണ്ട് എല്ലാ ഭാഗത്തും. നമുക്ക് ഒരു മൈന്യൂട്ടായിട്ടുള്ള ഏരിയയിൽ പോലും വളരെ സ്പെഷ്യലായിട്ടുള്ള എന്തെങ്കിലും വെറൈറ്റീസ്, അല്ലെങ്കിൽ പെയിൻറ്റിങ് എന്തെങ്കിലും ആയിട്ട് ഫിക്സ് ചെയ്ത് ഫില്ല് ചെയ്തിട്ടുണ്ട്. അത് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു കാശിയുടെ ഒരു വണ്ടർഫുൾ സ്പെഷ്യാലിറ്റി എന്ന് നമുക്ക് പറയുന്നത്. എന്തായാലും ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം, എന്നിട്ട് ബാക്കി കാര്യം പറയാം.